വെൽക്കം ടു ദ മ്യൂസ്. എല്ലാവർക്കും മ്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് കുന്തലത ഭാഗം 2 അധ്യായം 2. കഴിഞ്ഞ അധ്യായം നമ്മൾ വായിച്ചു നിർത്തിയത് യോഗീശ്വരൻ തൻ്റെ ഭൃത്യനോട് രഹസ്യമായി ചിലത് സംസാരിച്ച് പിന്നെയും വളരെ നേരം ആലോചനയോടുകൂടി കുറേ നേരം നടന്ന് അർദ്ധരാത്രി സമയമായപ്പോൾ ഉറങ്ങുവാൻ പോകുന്നിടത്താണ്. ഇനി ബാക്കി ഭാഗം വായിക്കാം. അധ്യായം 2 കുന്തലത. ഇനി യോഗീശ്വരൻ്റെ ഈ വനവാസത്തെക്കുറിച്ച് അല്പം പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെ ഒക്കെയും നാം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമതായിട്ട് അദ്ദേഹത്തിൻ്റെ വാത്സല്യത്തിനും ദയയ്ക്കും പാത്രമായ കുന്തലത എന്ന കുമാരിയാണ്. ഈ കുമാരിക്ക് 16 വയസ്സ് പ്രായമായി. എങ്കിലും അതേ പ്രായത്തിലുള്ളവരോടൊന്നിച്ച് കളിപ്പാൻ ഇടവരായകയാൽ കൗമാരചാബല്യങ്ങൾ ലേശം പോലുമില്ല. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും മറ്റും ദിനചര്യയിലും യോഗീശ്വരൻ വളരെ ശ്രദ്ധ വയ്ക്കുകയാൽ നല്ല ആരോഗ്യവും ശരീരപുഷ്ടിയും അനൽപമായ സൗന്ദര്യവുമുണ്ട്. എന്നാൽ കുന്തലതയെ നല്ലവണ്ണം പരിചയമായി എങ്കിൽ അവളുടെ രൂപലാവണ്യത്തെക്കാൾ സ്വഭാവഗുണവും ബുദ്ധിഗൗരവവുമാണ് അധികം വിസ്മയനീയമായിട്ട് തോന്നുക. ഉത്തമ സ്ത്രീകളുടെ സ്വഭാവത്തിന് സഹജങ്ങളായ സാധുത്വം, ദയ, സ്നേഹം, അധർമ്മഭീരുത്വം മുതലായ വിശേഷ ഗുണങ്ങൾ ആ ചെറുപ്രായത്തിൽ തന്നെ അവളുടെ സ്വഭാവത്തിൽ വ്യക്തമായി പ്രകാശിച്ചിരുന്നു. അത്രയുമല്ല, യോഗീശ്വരൻ്റെ ദുർലഭമായ ഉപദേശം കൊണ്ടും അനുപമമായ ഉദാഹരണം കൊണ്ടും അദ്ദേഹത്തിൻ്റെ സഹവാസത്താലുണ്ടാകുന്ന സൽഗുണങ്ങളെ വിഫലമാക്കി തീർക്കേണ്ടുന്ന ചപലബുദ്ധികളും അവിവേകികളുമായ ആളുകൾ ആരും ഇല്ലാതിരുന്നതിനാലും സാധാരണ സ്ത്രീകൾക്കുണ്ടാകുന്ന ദുസ്വഭാവങ്ങളും വക്രതകളും ചപലതകളും മനസ്സിൽ അങ്കുരിപ്പാൻ സംഗതി വരാതെ അവൾ അനിതര വനിതാ സാമാന്യങ്ങളായ പല വിശേഷ ഗുണങ്ങൾക്കും ആസ്പദമായി തീരുകയും ചെയ്തു. അത്ഭുതമല്ലതാനും. യോഗീശ്വരന് ബാലലാളനത്തിനും ശിക്ഷയ്ക്കും ഉള്ള സാമർഥ്യം അസാമാന്യം തന്നെയായിരുന്നു. എന്നാൽ കുന്തലത കാവ്യനാടകാലങ്കാരാദികളിൽ പരിജ്ഞാനമുള്ള ഒരു വിദുഷിയോ സംഗീതാദികളിൽ നൈപുണ്യമുള്ളവളോ അല്ല. യോഗീശ്വരൻ ആ വക അഭ്യാസങ്ങളുടെ ആവശ്യത്തെയും ഉപകാരത്തെയും വളരെ സൂക്ഷ്മമായി ആലോചിച്ച് ഖണ്ഡിച്ചിട്ടുള്ളയാളാകയാൽ കുന്തലതയെ ആ വിഷയങ്ങളിൽ പരിശ്രമിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. സംഗീത സാഹിത്യാദികൾ കേവലം മനസ്സിൻ്റെ ഭൂഷണം. കാഞ്ചി കങ്കണാദികളെക്കൊണ്ട് വിരൂപികൾ ശോഭിക്കുമോ? സംഗീത സാഹിത്യാദി ഗുണങ്ങൾ ഉണ്ടെങ്കിലും ദുർബുദ്ധികൾ വന്ദനീയന്മാരോ? ആയതുകൊണ്ട് ആ വക ഭൂഷണങ്ങൾ അത്ര സാരമായിട്ടുള്ളവയല്ല. ഒന്നാമതായി സമ്പാദിക്കേണ്ടത് നിർമ്മലമായും സുജ്ഞാതമായുമുള്ള മനസ്സാണെന്ന് യോഗീശ്വരൻ തീർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു. ആയതിന് ലോകവ്യുൽപ്പത്തി കൊണ്ട് മതികമലത്തെ വികസിപ്പിക്കേണ്ടത് ആവശ്യമാകയാൽ യോഗീശ്വരൻ കുന്തലതയെ എപ്പോഴും കൂടെ കൊണ്ടു നടന്ന് ബീജങ്ങൾ അങ്കുരിക്കുന്നതിനെയും വൃക്ഷലതാദികളുടെ ഗുണങ്ങളെയും പക്ഷിമൃഗാദികളുടെ സ്വഭാവങ്ങളെയും അവകളുടെ ജാതി തിരിച്ചറിയുവാനുള്ള വിധങ്ങളെയും ജീവികളുടെ ശരീരത്തിലുള്ള ഓരോ അംഗങ്ങളുടെ ധർമ്മങ്ങളെയും ഭൂമിയുടെ സ്ഥിതിയെയും സൂര്യചന്ദ്രന്മാരുടെയും നക്ഷത്രങ്ങളുടെയും സൂക്ഷ്മാവസ്ഥയെയും ഗതിഭേദങ്ങളെയും നദികളുടെ ഉൽപ്പത്തിയെയും രാജ്യങ്ങളുടെ സ്വഭാവത്തെയും ഇടി, മഴ, മഞ്ഞ് എന്നിങ്ങനെ പ്രപഞ്ചത്തിലുള്ള പല അത്ഭുതങ്ങളുടെ വിവരണങ്ങളെയും മറ്റും ഇങ്ങനെയുള്ള പല പല പ്രകൃതി തത്വങ്ങളെയും കാര്യകാരണങ്ങളുടെ അന്യോന്യ സംബന്ധത്തെയും ദൃഷ്ടാന്തങ്ങളോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പതിവായിരുന്നു. മനസ്സിൻ്റെ അതാത് പ്രായത്തിലെ വളർച്ചയ്ക്കനുസരിച്ച് പറഞ്ഞു കൊടുക്കുന്ന വിഷയങ്ങളുടെ കാഠിന്യത്തെ ക്രമീകരിക്കുകയാൽ ആ വിഷയങ്ങളൊക്കെയും കുന്തലതയ്ക്ക് സുഗമമായിട്ട് തോന്നും. എന്ന് തന്നെയല്ല, പറഞ്ഞുകൊടുത്തത് മനസ്സിലായി എന്നറിയിക്കുവാൻ അവൾ തന്നെ ഉത്സാഹത്തോടുകൂടി വേറെ ഉദാഹരണങ്ങളെ തേടിപ്പിടിക്കുകയും സംശയമുണ്ടായാൽ അത് ജാഗ്രതയോടുകൂടി ചോദിച്ച് മനസ്സിലാക്കുകയും സൂക്ഷ്മമായി ഓരോ സംഗതികളെ ഗ്രഹിച്ചാൽ മുഖപ്രസാദം കൊണ്ട് തൻ്റെ തൃപ്തിയെ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്യും. ഇങ്ങനെ യോഗീശ്വരൻ്റെ ബുദ്ധികൗശലം കൊണ്ട് മറ്റ് പലരുടെയും വിദ്യാഭ്യാസത്തിനുണ്ടാകുന്ന ദുഃഖങ്ങളും ദുർഘടങ്ങളും അറിവാനിടവരാതെ കുന്തലതയുടെ വിദ്യാഭ്യാസം അവൾക്ക് ഏറ്റവും വിനോദകരമായി ഭവിച്ചു. ഈ വിധം വിദ്യാഭ്യാസം വളരെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയിരുന്നു എങ്കിലും 12 വയസ്സായതിനു ശേഷമാണ് കുന്തലതയ്ക്ക് അക്ഷരവിദ്യയെ അഭ്യസിപ്പിച്ചത്. 2 സംവത്സരത്തിനുള്ളിൽ സ്വഭാഷ എഴുതുവാനും വായിക്കുവാനും നല്ല പരിചയമായി. അതിൻ്റെ പുറമെ ജഗദീശ്വരനെ പ്രാർത്ഥിക്കുവാനായി
8-10 ഗാനങ്ങൾ അർത്ഥത്തോടുകൂടി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ചിലപ്പോൾ യോഗീശ്വരൻ്റെ കർണാനന്ദത്തിനായിട്ട് പാടുമാറുണ്ടായിരുന്നു. അതല്ലാതെ വേറെ ഒരുവിധ ഗാനങ്ങളും വശമാക്കിയിട്ടുണ്ടായിരുന്നില്ല. കുന്തലതയ്ക്ക് ശൈശവം മുതൽക്ക് ഓരോ പ്രായത്തിനടുത്ത് കളികളുമുണ്ടായിരുന്നു. ചങ്ങാതി യോഗീശ്വരൻ തന്നെ. അദ്ദേഹം അവളുടെ ഇഷ്ടം ഇന്നതെന്നറിഞ്ഞാൽ ഉടനെ അത് സാധിപ്പിക്കും. കുട്ടിക്കാലത്ത് വല്ലതും ഹിതം പോലെ ആവാഞ്ഞിട്ട് കരഞ്ഞാൽ അതിന് കാരണമെന്തെന്നറിഞ്ഞ് ആ ഹിതത്തെ ചെയ്തു കൊടുക്കും. എന്തിനേറെ പറയുന്നു, അദ്ദേഹം അവളുടെ കുട്ടിക്കളികൾക്കൊക്കെയും താലോലിച്ച് നിൽക്കും. ചിലപ്പോൾ താൻ തന്നെ ബാലചാവല്യം നടിച്ച് അവളുടെ കൂടെ കളിക്കും. ആപത്തുള്ള കളികളിൽ നിന്ന് വിരമിപ്പിക്കും. വ്യായാമം കൊണ്ട് ശരീരത്തിന് ലാഘവവും അംഗപുഷ്ടിയും ഉണ്ടാക്കുന്ന വിനോദങ്ങളിൽ ഇഷ്ടം ജനിപ്പിക്കും. ഇങ്ങനെ അവളുടെ മേൽ അച്ഛൻ്റെ സ്നേഹത്തോടും കളിയിൽ സഖാവിൻ്റെ സഹൃദയത്തോടും ചില സമയങ്ങളിൽ ഉപദേഷ്ടാവിൻ്റെ ഗാംഭീര്യത്തോടും എപ്പോഴും അമ്മയുടെ ലാളനയോടും ഒരിക്കലും അപ്രിയം കൂടാതെയും വളർത്തിക്കൊണ്ടുവരുവാൻ യോഗീശ്വരൻ ചെയ്ത പ്രയത്നം കുന്തലത തൻ്റെ അപരിമിതമായിരിക്കുന്ന ഗുണോത്കർഷങ്ങളെക്കൊണ്ട് ഏറ്റവും സഫലമാക്കി തീർക്കുകയും ചെയ്തു. ഇങ്ങനെയെല്ലാമാണ് കുന്തലതയുടെ അവസ്ഥ. പിന്നെ പാർവതി എന്ന പേരായ സ്ത്രീയാണ് ഉള്ളത്. ആ സ്ത്രീക്ക് 50-ലധികം വയസ്സായിരിക്കുന്നു. എങ്കിലും വാർദ്ധക്യത്തിൻ്റെ അതിക്രമങ്ങൾ പറയുവാൻ തക്കവണ്ണം ഒന്നും തുടങ്ങിയിട്ടില്ല. വളരെ നല്ല സ്വഭാവമാണ്. കുന്തലതയെ കുട്ടിയിൽ തന്നെ എടുത്തു വളർത്തിയ പോറ്റമ്മയാകയാൽ അന്യോന്യം വളരെ സ്നേഹമുണ്ടായിത്തീർന്നു. യോഗീശ്വരനെക്കുറിച്ച് വളരെ ബഹുമാനവും ഭക്തിയും ഉള്ളവളാണ്. ഗൃഹകൃത്യങ്ങളൊക്കെയും വെടിപ്പായി കഴിച്ച് എടയുള്ളപ്പോഴൊക്കെയും കുന്തലതയോട് സംസാരിച്ചും അവളെ ലാളിച്ചും കൊണ്ട് കാലക്ഷേപം ചെയ്യുകയും ചെയ്യും. രാമദാസൻ എന്ന ഭൃത്യന് ഒരു 40 വയസ്സ് പ്രായമായിരിക്കണം. വളരെ വിശ്വസ്തനും വകതിരിവുള്ളവനുമാണ്. ചെറുപ്പം മുതൽക്ക് തന്നെ യോഗീശ്വരൻ്റെ ഭൃത്യനാകയാൽ അദ്ദേഹത്തിൻ്റെ സംസർഗം ഹേതുവായിട്ട് എല്ലാ ഭൃത്യന്മാർക്കും ഇല്ലാത്തതായി സ്വാമിഭക്തി, സത്യം എന്ന 2 ഗുണങ്ങൾ അവൻ്റെ സ്വഭാവത്തിന് സഹജമായി തീർന്നിരിക്കുന്നു. അവൻ യോഗീശ്വരന് എന്ത് വേണമെന്ന് വെച്ചാൽ അത് ചെയ്യുവാൻ സന്നദ്ധനാണ്. ദേഹത്തിന് നല്ല ശേഷിയും അധികമായ ധൈര്യവുമുണ്ട്. അവനെ കാണുന്നവർക്ക് അവൻ്റെ സ്വാമിയുടെ യോഗ്യത അവനിൽ പ്രതിഫലിച്ച് കാണാം. യോഗീശ്വരൻ്റെ ഭവനം ഘോര കാന്താരത്തിൽ വളരെ ഏകാന്ത സ്ഥലത്താണെങ്കിലും ചുരുക്കത്തിൽ ഉറപ്പുള്ള ഭവനമാണ്. ഗജം, വ്യാഘ്രം മുതലായ വനമൃഗങ്ങളുടെ ആക്രമം തട്ടാതിരിപ്പാൻ വേണ്ടി 4 പുറത്തും ബലമുള്ള വൃക്ഷങ്ങൾ വളരെ അടുപ്പിച്ചു വെച്ച് ഒരു വളരുന്ന വേലിയുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടും യോഗീശ്വരൻ അത്യാവശ്യം ചില ആയുധങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നതിനാലും ആ വക ദുഷ്ടമൃഗങ്ങളിൽ നിന്ന് ഭീതിയുണ്ടാവാൻ സംഗതി കൂടാതെ കഴിഞ്ഞു. ഭവനത്തിന് ചുറ്റും ഒരു വലിയ തോപ്പാണ്. അതിൽ സസ്യാദികൾ കുന്തലതയുടെ കൈകൊണ്ട് ജലം ആസ്വദിച്ച് അനവധിയുണ്ട്. ഉമ്മറത്തെ മുറ്റത്തിനരികെ കുന്തലതയ്ക്ക് പ്രത്യേകമായി ഒരു വളപ്പുണ്ട്. അതിൽ മന്ദാരം, പനിനീർ, പിച്ചകം, മുല്ല മുതലായ സുഗന്ധപുഷ്പങ്ങളുടെ ചെടികളും വള്ളികളും നാരകം, ദ്രാക്ഷ, മാതളനാരകം മുതലായ വിശേഷ ഫലങ്ങളുണ്ടാവുന്ന വൃക്ഷങ്ങളും ചെടികളും കുന്തലതയുടെ കൈകൊണ്ട് തന്നെ നട്ട് നനച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ദിവസം പ്രതി രാവിലെ സമയങ്ങളിലും യോഗീശ്വരൻ്റെ കൂടെ നടക്കാത്ത മറ്റ് സമയങ്ങളിലും കുന്തലത ആ ചെടികളെ നനച്ച് അവയ്ക്ക് മണ്ണും വളവും ചേർത്ത് വളരെ വാത്സല്യത്തോടുകൂടി രക്ഷിക്കുകയും അവ മുളയ്ക്കുന്നതും വളരുന്നതും തെഴുക്കുന്നതും മുട്ടിടുന്നതും പൂക്കുന്നതും കായ്ക്കുന്നതും മറ്റും വളരെ കൗതുകത്തോടുകൂടി നോക്കിക്കണ്ട് സന്തോഷിക്കുകയും ചെയ്യും. അങ്ങനെ കുന്തലതയുടെ പ്രയത്നത്തിൻ്റെ ഫലവും വിനോദത്തിൻ്റെ ഹേതുവുമായ ആ ചെറിയ പൂന്തോട്ടം സുഗന്ധമുള്ള പുഷ്പങ്ങളെക്കൊണ്ടും മാധുര്യമുള്ള ഫലങ്ങളെക്കൊണ്ടും ആ ആരാമത്തിന് ഒരു തൊടുകൂറിയായി തീർന്നിട്ടുണ്ടായിരുന്നു. തോപ്പിൻ്റെ ഒരു ഭാഗത്ത് ഗോതമ്പം വിളയിട്ടിട്ടുണ്ട്. അതും കായ്കനികളുമാണ് പ്രധാന ഭക്ഷണ സാധനങ്ങൾ. തേൻ മുതലായ വന്യങ്ങളായ ദ്രവ്യങ്ങൾ സുലഭം. വന്യങ്ങളല്ലാത്ത സാധനങ്ങളും ഇല്ലെന്നില്ല. ആ വക സാമാനങ്ങൾ ധർമ്മപുരിക്ക് സമീപമുള്ള ചന്തയിൽ നിന്ന് വാങ്ങി കരുതുമാറുണ്ടായിരുന്നു. ഭവനത്തിൻ്റെ അല്പം തെക്ക് ഭാഗത്തായിട്ട് വിൽവാത്രിയുടെ അധികം ഉയർന്ന ഒരു കൊടുമുടിയുണ്ട്. അതിൻ്റെ അടിയിൽ നിന്ന് ഒരു ചെറുതായ ചോല ശാശ്വതമായി പ്രവഹിച്ചു വരുന്നതിൻ്റെ മാർഗം തിരിച്ച് യോഗീശ്വരൻ്റെ വളപ്പിനുള്ളിലേക്ക് കടത്തി അവിടെ 1-2 വലിയ കുഴികളിൽ കെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നതിനാൽ കുടിക്കുവാനും കുളിക്കുവാനും ആ നിർമ്മല ജലം തന്നെ ഉതകുമാറാക്കിയിരുന്നു. ആ കുഴികളിൽ നിന്ന് കവിഞ്ഞ് ഒഴുകിപ്പോകുന്ന വെള്ളം ചെറിയ ചാലുകളിൽ കൂടി പല വഴിക്കും തിരിച്ചിട്ടുണ്ടായിരുന്നതിനാൽ
തോപ്പിലെ വൃക്ഷാദികൾക്ക് നനയ്ക്കുവാൻ വളരെ എളുപ്പമായി തീർന്നിരുന്നു. ആകെപ്പാടെ വാസസൗഖ്യം ഒരു രാജാവിന് കൂടി ഇതിലധികം ഉണ്ടാവാൻ പ്രയാസമാണ്. അങ്ങനെയിരിക്കുന്ന ആ വനഭവനത്തിൽ യോഗീശ്വരനും കുന്തലതയും കൂടി സൗഖ്യമായി വസിക്കട്ടെ. ഇനി നമ്മുടെ കഥ വിൽവാദ്രിയിൽ നിന്ന് വളരെ ദൂരമുള്ള വേറെ ഒരു രാജ്യത്തിൽ വെച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നു. 3-ാം അധ്യായം. നായാട്ട്. ശിശിരകാലം അവസാനിച്ച് വസന്തം ആരംഭമായി. സൗരഭ്യവാനായ മന്ദമാരുതനെ കൊണ്ടും ശീതോഷ്ണങ്ങളുടെ ആധിക്യം ഇല്ലായ്മയായാലും കോകിലങ്ങളുടെ കളകൂജിതങ്ങളെക്കൊണ്ടും പ്രഭാതകാലം വളരെ ഉത്സാഹമായി തീർന്നു. അങ്ങനെയിരിക്കും കാലം ഒരു നാൾ സൂര്യോദയത്തിന് അല്പം മുമ്പ് ആയുധപാണികളായി ഏകദേശം ഒരു 100 ആളുകൾ കലിംഗരാജ്യത്തിന് സമീപമുള്ള ഒരു വനപ്രദേശത്തെ വട്ടമിട്ട് നിൽക്കുന്നത് കാണായി. അവർ തമ്മിൽ അകലമിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും മധ്യത്തിലുള്ള വൃത്താകാരമായ സ്ഥലം 1-2 നാഴിക വിസ്താരമുള്ളതായിരിക്കണം. അന്യോന്യം ഒന്നും സംസാരിക്കുന്നില്ല. ആംഗ്യങ്ങളെക്കൊണ്ട് മാത്രമേ വിവരം അറിയിക്കുന്നുള്ളൂ. ചിലർ വില്ലുകുലച്ചും, ചിലർ കുന്തം തയ്യാറാക്കി പിടിച്ചും, മറ്റു ചിലർ വാളൂരി പിടിച്ചും ഇങ്ങനെ എല്ലാവരും സന്നദ്ധന്മാരായി നിൽക്കുന്നുണ്ട്. നായാട്ടുകാരാണ്. മൃഗങ്ങൾ വരുന്നവയെ സംഹരിപ്പാൻ തയ്യാറായി നിൽക്കുന്നവരാണെന്ന് അറിവാൻ പ്രയാസമില്ല. എല്ലാവരും സന്നദ്ധന്മാരായി നിശബ്ദരായി അങ്ങനെ നിൽക്കുന്നേരം കറുത്ത കുപ്പായവും ചുവന്ന തൊപ്പിയുമുള്ള നീണ്ട ഒരാൾ ഒരു വലിയ കുതിരപ്പുറത്ത് കയറി നായാട്ടുകാർ നിൽക്കുന്നതിൻ്റെ ചുറ്റും ഓടിച്ച് അവരോട് വാളുകൊണ്ട് ഓരോ അടയാളം കാണിച്ചും കൊണ്ടുപോയി. ആ അടയാളത്തിനനുസരിച്ച് വേടന്മാർ എല്ലാവരും വേഗത്തിൽ മുൻപക്കം വയ്ക്കും തോറും അവരുടെ നടുവിലുള്ള വൃത്താകാരമായ സ്ഥലം ക്രമേണ ചുരുങ്ങിത്തുടങ്ങി. അതിനിടയിൽ ആ വൃത്താകാരമായ സ്ഥലത്തിൻ്റെ നടുവിൽ നിന്ന് 4 ദിക്കുകളിൽ നിന്നും മാറ്റൊലികൊള്ളും വണ്ണം ഒരു കാഹള ശബ്ദം മുഴങ്ങി. ആ ശബ്ദത്തിൻ്റെ മുഴക്കം തീരുന്നതിന് മുമ്പേ അതേ സ്ഥലത്ത് നിന്ന് ആർപ്പും വിളികളും മറ്റ് ശബ്ദങ്ങളും ഉച്ചത്തിൽ കേൾക്കുമാറായി. അപ്പോഴേക്ക് വട്ടത്തിൽ പതിയിരിക്കുന്ന വേടന്മാരുടെ പരിഭ്രമവും ജാഗ്രതയും സന്തോഷവും പറഞ്ഞാൽ തീരുന്നതല്ല. കാടിളകി. മൃഗങ്ങൾ പല ദിക്കിലേക്ക് പ്രാണരക്ഷയ്ക്കായി പാഞ്ഞു തുടങ്ങി. എങ്ങോട്ട് പാഞ്ഞാലും ചെന്നു വീഴുന്നത് ആ അന്തകന്മാരുടെ മുമ്പാകെ തന്നെ. അവർ ഇതാ പോയി പിടിച്ചോ എന്നിങ്ങനെ ചില ശബ്ദങ്ങൾ പറയുന്നു. മൃഗങ്ങളെ അതിവിദഗ്ധതയോടുകൂടി സംഭരിക്കുന്നു. ആയുസ് ഒടുങ്ങാത്ത ദുർലഭം ചില മൃഗങ്ങൾ വേടന്മാരുടെ ഇടയിൽ കൂടി ചാടിയോടി ഒഴുകുന്നു. വ്യാഘ്രം, കരടി, പന്നി മുതലായ വലിയ മൃഗങ്ങളെ നടുവിൽ നിന്ന് കാടിളക്കിയവർ നായ്ക്കളെക്കൊണ്ടും കുതിരപ്പുറത്തു നിന്ന് കുന്തങ്ങളെക്കൊണ്ടും ആട്ടിക്കൊണ്ടുവരുമ്പോൾ ചുറ്റും നിൽക്കുന്ന വേടർ അവയെ വഴിതെറ്റിച്ച് കുണ്ടുകളിലേക്കും പാറകളുടെ വൃക്ഷങ്ങളുടെ ഇടുക്കിലേക്കും പായിച്ച് എങ്ങും പോകുവാൻ നിവൃത്തിയില്ലാതാക്കി 4 പുറത്തുനിന്നും പലവിധ ആയുധങ്ങൾ അവയുടെ മേൽ പ്രയോഗിക്കുമ്പോൾ പ്രാണഭയം കൊണ്ടുണ്ടാവുന്ന ആർത്ത നിസ്വനത്തോടു കലർന്ന സ്വതേ ഭയങ്കരങ്ങളായ അവയുടെ ശബ്ദങ്ങളും നഖമുഖാദികളെക്കൊണ്ട് കാണിക്കുന്ന ഭയാനകങ്ങളായ പല ചേഷ്ടകളും നിഷ്കണ്ടകന്മാരായ ആ വേടർക്ക് ഉത്സാഹത്തെ വർദ്ധിപ്പിക്കുന്നതല്ലാതെ അല്പം പോലും ദയ തോന്നിക്കുന്നില്ല. കഷ്ടം. എങ്കിലും ഈ വേടർക്ക് വലിയ ഒരു ഗുണമുണ്ട്. മാൻ, മുയൽ മുതലായ സാധുക്കളായ മൃഗങ്ങളെ ആരും ഉപദ്രവിച്ചു പോകരുതെന്ന് കൽപ്പനയുണ്ടായിരുന്നു. അതിനാൽ ദുഷ്ടമൃഗങ്ങൾ മാത്രമേ നശിക്കുന്നുള്ളൂ. മൃഗങ്ങളെ കൊന്നു ആ വൃത്തത്തിനുള്ളിലുണ്ടായിരുന്ന മൃഗങ്ങളൊക്കെയും ഒടുങ്ങിയപ്പോഴേക്ക് ഭക്ഷിക്കത്തക്കതായ ചില മൃഗങ്ങളെ വേടർ തിരഞ്ഞെടുത്ത് വേറെ വെച്ചുകൊണ്ടിരിക്കെ നായാട്ടിന് വന്നിട്ടുള്ളവരിൽ പ്രധാനികളായ 2 ആളുകൾ തങ്ങളുടെ ഭവനത്തിലേക്ക് പോകുവാൻ തയ്യാറായി. കുതിരപ്പുറത്തിരിക്കുന്ന അവരുടെ വേഷം കൊണ്ടും മറ്റുള്ളവർ അവർക്ക് കാണിക്കുന്ന വണക്കം കൊണ്ടും അവർ പ്രധാനികളാണെന്ന് വേഗത്തിൽ അറിയാം. കറുത്ത കുപ്പായവും ചുവന്ന തൊപ്പിയുമുള്ള ഒരാളെ നോം പറഞ്ഞുവല്ലോ. അയാൾക്ക് ഒരു 50 വയസ്സ് പ്രായമായിരിക്കുന്നു. പലപ്പോഴും ഇങ്ങനെ വേട്ടയാടിയിട്ടായിരിക്കുമെന്ന് തോന്നുന്നു അയാളുടെ അംഗങ്ങൾ വളരെ പീവരങ്ങളായി തീർന്നിരിക്കുന്നു. മുഖത്തിന് സൗമ്യത കുറയുമെങ്കിലും പുരുഷലക്ഷണം തികച്ചുമുണ്ട്. നീണ്ട് അല്പം വളഞ്ഞ മൂക്കും വിസ്തൃതമായ നെറ്റിയും വളരെ തടിച്ച പുരികക്കൊടികളും ഉണ്ടായിരുന്നതിനാൽ മറ്റ് അനവധി മുഖങ്ങളുടെ ഇടയിൽ നിന്ന് തിരിച്ചറിവാൻ പ്രയാസമുണ്ടായിരുന്നില്ല. ഒരിക്കൽ കണ്ടാൽ ആ മുഖം മറക്കുവാനും എളുപ്പമല്ല. മറ്റേയാൾ അതിസുഭകനും സൗമ്യനുമായ ഒരു ചെറുപ്പക്കാരനാണ്. ഏകദേശം 25 വയസ്സ് പ്രായമായിരിക്കുന്നു. അധികം എകരമില്ല. വളരെ കൗതുകം തോന്നുന്ന നീല വില്ലീസ് കൊണ്ട് ഒരു കുപ്പായവും ചുവന്ന തൊപ്പിയുമുണ്ട്. വേട്ടയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിലും പരിചയം കുറയുമെന്ന് കണ്ടാൽ തീർച്ചയാവും.
ദുർഘടമായ ദിക്കുകളിൽ കൂടി കുതിരയെ വേഗത്തിൽ ഓടിപ്പാനും മറ്റും സാമർഥ്യം കുറയും. വേട്ടയുടെ അധ്വാനം കൊണ്ട് രണ്ടുപേർക്കും നല്ലവണ്ണം വിയർത്തിരിക്കുന്നു. ക്ഷീണം തീർക്കുവാനായിട്ട് ഒരുവൻ കുറേ പാലും പലഹാരങ്ങളും കൊണ്ടുവന്നു. രണ്ടുപേരും കൂടി അത് ഭക്ഷിച്ച് ക്ഷീണം തീർത്ത ശേഷം, നമ്മുടെ കുമാരൻ എവിടെ എന്ന് വലിയ ആൾ ഉച്ചത്തിൽ ചോദിച്ചതിന്, സ്വാമി അല്പം തെക്കോട്ട് പോയിരിക്കുന്നു, ഞങ്ങളിൽ ചിലരും ഒരുമിച്ച് പോയിട്ടുണ്ട് എന്ന് ഒരു വേടൻ ഉത്തരം പറഞ്ഞു. അയാൾക്ക് അപകടമൊന്നും വരില്ലായിരിക്കും എന്ന് ആ ചെറുപ്പക്കാരനും പറഞ്ഞു. ഇങ്ങനെ രണ്ടാളും കൂടി പോയ കുമാരൻ വരുന്നത് കാത്തുകൊണ്ടിരിക്കെ തെക്ക് നിന്ന് അതിഘോഷമായ ആർപ്പും കോലാഹലവും കേൾക്കുമാറായി. ഉടനെ എല്ലാവരും കൂടി ആ ദിക്കിന് നേരിട്ട് പാഞ്ഞു. ഇവരും അങ്ങോട്ട് കുതിരയെ ഓടിച്ചു. അവിടെ വൃക്ഷങ്ങൾ കുറഞ്ഞ് നിരന്ന ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഇവർ കാത്തു നിന്നിരുന്ന കുമാരൻ ജീനില്ലാത്ത ഒരു കുതിരപ്പുറത്ത് കയറി അതികേമത്തിൽ പായിപ്പിക്കുന്നതും അതിൻ്റെ പിന്നിൽ തൊട്ടു തൊട്ടില്ല എന്ന വിധത്തിൽ വലിയ ഒരു കൊമ്പനാന പിടിപ്പാനണയുന്നതും കണ്ടു. ആനയ്ക്ക് ദേഷ്യം സഹിക്കുന്നില്ല. ഉള്ള ശക്തിയൊക്കെയും ഇട്ട് മണ്ടുന്നുണ്ട്. ആവൽക്കരമായ ആ അവസ്ഥ കണ്ടപ്പോൾ അയ്യോ എന്ന ശബ്ദം കണ്ടു നിൽക്കുന്ന 100-ലധികം ആളുകളിൽ നിന്ന് ഒന്നായിട്ട് പുറപ്പെട്ടു. ആ ശബ്ദം പുറപ്പെടാനിടയുണ്ടായില്ല. അപ്പോഴേക്ക് തന്നെ എങ്ങനെയെന്നറിയാതെ ആന പൊടുന്നനവേ അവിടെ നിന്ന് ഇടത്തും വലത്തും ചുവട്ടിലേക്കും നോക്കി വട്ടം തിരിഞ്ഞു തുടങ്ങി. അതിനിടയിൽ കുമാരൻ കുതിരയെ ഓടിച്ച് ആനയെ വളരെ പിന്നിട്ടു. അപ്പോൾ ഹാ ഹാ എന്ന സന്തോഷസൂചകമായ ശബ്ദം കാണികളിൽ നിന്ന് പുറപ്പെട്ടു. ഉടനെ ജനങ്ങളെല്ലാവരും ഏകാഗ്രദൃഷ്ടികളായി ആന നിന്ന് പോവാൻ കാരണമെന്തെന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു വേടൻ ഓടുന്ന ആനയുടെ കാലിനിടയ്ക്ക് കടന്നുകൂടി ആ കാലിന്മേൽ പറ്റി നിന്ന് അതിന്മേൽ കുത്തുന്നത് കണ്ടു. കുമാരൻ്റെ പിന്നാലെ പായുകയാൽ ആ ഉപദ്രവം ഏൽപ്പിക്കുന്നത് കുറേ നേരത്തേക്ക് ആന അറിഞ്ഞില്ല. പിന്നെ വേദന സഹിക്കുവാൻ കഴിയാഞ്ഞപ്പോൾ ആന കുമാരനെ ഉപേക്ഷിച്ച് തൻ്റെ പുതിയ ശത്രുവിനെ പിടിപ്പാൻ ശ്രമിച്ചു തുടങ്ങിയതാണെന്ന് തെളിവായി. അത്ര കഠിനമായി ഉപദ്രവിക്കുന്ന ആ ശത്രുവിനെ പിടികിട്ടായകയാൽ ആ വലിയ ജന്തുവിന് ഭ്രാന്ത് പിടിച്ച് കാണിക്കുന്ന ഗോഷ്ഠികൾ കണ്ട് കാണികൾ സന്തോഷിക്കുമ്പോൾ കാലിനിടയിൽ പറ്റിക്കൂടിയിരുന്ന വേടൻ വളരെ സാമർഥ്യത്തോടുകൂടി ഉരുണ്ട് പിരണ്ട് ആനയ്ക്ക് പിടിപ്പാൻ കിട്ടാതെ പാഞ്ഞൊഴിഞ്ഞു. അപ്പോഴും ജനങ്ങളിൽ നിന്ന് സന്തോഷ ശബ്ദം പുറപ്പെട്ടു. ഇനി ആന എങ്ങോട്ട് പായുന്നുവോ എന്നറിയാതെ എല്ലാവരും ഒന്ന് നടുങ്ങി. അപ്പോഴേക്ക് വേറൊരു വേടൻ ജീനി കൂടാതെ ഒരു കുതിരപ്പുറത്ത് കയറി പൃഷ്ഠഭാഗം ആനയുടെ മുമ്പിലേക്കാക്കി ആനയുടെ അടുത്ത് ചെന്ന് നിന്ന് തലതിരിച്ച് പിന്നോക്കം ആനയെ നോക്കിക്കൊണ്ടും ആനയെ വെറിയെടുപ്പിക്കുവാൻ ഓരോന്ന് പറഞ്ഞും കൊണ്ടും കുതിരയെ പതുക്കെ പതുക്കെ ഓരോ അടിയായി പിന്നോട്ട് നടത്തി ആനയോട് അധികം അടുപ്പിച്ചു തുടങ്ങി. കണ്ടു നിൽക്കുന്നവർ അത്ഭുതം കൊണ്ട് നിശബ്ദന്മാരായി. ആന കുറേ നേരത്തേക്ക് ഒന്നും അനങ്ങാതെ നിന്നു. വേടനും കുതിരയും ഹസ്തപ്രാപ്തമായി എന്ന് തോന്നിയപ്പോൾ അവിടെ നിൽക്കുന്നവർ ഒക്കെയും പേടിക്കത്തക്കവണ്ണം ഒന്ന് ചീറ്റി, ചെവി എടുത്തു പിടിച്ച് തുമ്പിക്കൈ നീട്ടി വാലുയർത്തി ഭൂമി കുലുങ്ങത്തക്ക വിധത്തിൽ മുമ്പോട്ട് പാഞ്ഞ് കയ്യിൽ കിട്ടി എന്ന് തന്നെയാണ് ആന വിശ്വസിച്ചത്. നോക്കിയപ്പോൾ വേടൻ ആനയുടെ ഇടത്ത് ഭാഗത്തായിട്ട് കുറേ ദൂരെ നിൽക്കുന്നത് കണ്ടു. ആശാഭംഗം കൊണ്ട് ആനയ്ക്കുണ്ടായ ദേഷ്യം വിചാരിച്ചാൽ അറിയാവുന്നതാണ്. ഒട്ടും താമസിയാതെ ആന പിന്നെയും അവനെ പിടിക്കുവാൻ പാഞ്ഞു. വേടൻ മുമ്പിലും ആന പിന്നിലുമായി നേരും കിടയുമിട്ട് പായുന്നതിനിടയിൽ വേടൻ പിന്നോക്കം തിരിഞ്ഞ് ആനയെ ചൊടിപ്പിക്കുവാൻ ഒരു വടി പിന്നോക്കം കാണിച്ചു കൊടുക്കുന്നു. കുതിര നിൽക്കാതെ പായുന്നു. ആന വേടനെ അടുക്കും തോറും അതിധീരനായ ആ വേടൻ്റെ ജീവനെക്കുറിച്ച് എല്ലാവർക്കും പേടി തുടങ്ങി. ഇതിനിടയിൽ ആനയുടെ പിന്നാലെ വെട്ടുകത്തി ഊരിപ്പിടിച്ചുകൊണ്ട് 2 വേടന്മാർ പാളിപ്പളുങ്ങിയടുത്ത് കൂടുന്നത് എല്ലാവർക്കും കാണുമാറായി. ആന മാത്രം അവരെ കണ്ടില്ല. കഷ്ടം. വേടനെ പിടിച്ചു എന്ന് എല്ലാവർക്കും തോന്നിയപ്പോഴേക്കും ആന പൊടുന്നനെ പിന്നോക്കം ഇരിക്കുന്നത് കണ്ടു. നോക്കിയപ്പോൾ പിന്നാലെ വന്നിരുന്ന വേടൻ മുഴങ്കാലിൻ്റെ പിൻഭാഗത്തുള്ള വലിയ പാഷ്ണിക സ്നായുവിനെ വെട്ടിമുറിക്കുകയാൽ ആനയ്ക്ക് പിന്നെ ഒരടി വയ്ക്കുവാൻ നിവൃത്തിയില്ലാതായി വീണതാണെന്ന് പ്രത്യക്ഷമായി. 2 കാലിന്മേൽ നിന്നും രക്തം ധാരാളമായി പ്രവഹിക്കുകയാൽ ആന മോഹാലസ്യപ്പെട്ട് കിടന്നു. വേടന്മാർക്ക് ജയം കൊണ്ട് വളരെ സന്തോഷം. ആനയ്ക്ക് അതികഠിനമായ മരണം. ആന വീണ ഉടനെ അതിൻ്റെ മുമ്പിൽ ഓടിച്ചു വന്നിരുന്ന കുമാരനെ
കാത്തു നിന്നിരുന്ന രണ്ടാളുകളും സന്തോഷത്തോടുകൂടി ആലിംഗനം ചെയ്തു. പിന്നെ ഇത്തിരി നേരം ആനയുടെ വ്യസനകരമായ അവസാനം കണ്ട് ഖിന്നന്മാരായി നിന്ന് 3 പേരും കൂടി തങ്ങളുടെ ഭവനത്തിന് നേരിട്ട് കുതിരകളെ നടത്തുകയും അവരുടെ ആൾക്കാരായ പലരും അവരുടെ ഒരുമിച്ച് തന്നെ പോവുകയും ചെയ്തു. ഇതോടെ അധ്യായം 3 അവസാനിക്കുന്നു. ഇനി ബാക്കി ഭാഗങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പതിവ് പോലെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വിദ്യാബോധി എന്ന നമ്മുടെ പുതിയ ചാനൽ നിങ്ങൾ കണ്ടിരിക്കുമെന്ന് കരുതുന്നു. അതിലൂടെ NCERT ബയോളജി, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾക്ക് പുറമെ മറ്റ് ചില നുറുങ്ങറിവുകളും അവതരിപ്പിക്കുന്നതാണ്. കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ മ്യൂസിന് തരുന്ന അതേ സ്നേഹവും പ്രോത്സാഹനവും തരിക. ഇനി മറ്റ് എപ്പിസോഡുകളുമായി വരുന്നതുവരെ നന്ദി.